ഒരു നിമിഷം ലോകം ഞെട്ടിത്തരിച്ചു. ആകാശത്ത് വെച്ച് ഒരു വിമാനം തകരുകയും അതിനു പിന്നിൽ വിമാനത്തിന്റെ പൈലറ്റ് തന്നെയാണെന്ന് ഒരു പ്രമുഖ ഇറ്റാലിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ ആരെങ്കിലും ഞെട്ടാതിരിക്കുമോ? AI-171 വിമാന അപകടത്തെക്കുറിച്ച് ഇറ്റാലിയൻ പത്രമായ കൊറിയൻ ഡെല്ല സെറ ബുധനാഴ്ച പുറത്തുവിട്ട വാർത്ത കേട്ട് പലരുടെയും നെഞ്ചിടിപ്പ് കൂടിയത് വെറുതെയല്ല. വിമാനത്തിലെ ഇന്ധന സ്വിച്ചുകൾ പൈലറ്റ് മനഃപൂർവ്വം ഓഫാക്കിയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ആ റിപ്പോർട്ട്. എന്നാൽ ഈ കഥ കേട്ട് ഞെട്ടാൻ വരട്ടെ. സത്യം തിരയുന്നവർക്ക് ആശ്വാസം നൽകി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അഥവാ വിമാന അപകട അന്വേഷണ ബ്യൂറോ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടുകൾ വെറും കെട്ടുകഥകളും ഊഹാപോഹങ്ങളും മാത്രമാണെന്ന് AAIB തുറന്നടിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്തിമ നിഗമനങ്ങളിൽ എത്തിയിട്ടില്ല. AIBയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഒരു വിമാന അപകടം അന്വേഷണം എന്നത് ഒരു ഡിറ്റക്റ്റീവ് കഥയൊന്നുമല്ല. അത് സങ്കീർണമായ ഒരു ശാസ്ത്രീയ പ്രക്രിയയാണ്. എയർക്രാഫ്റ്റ് നിയമങ്ങൾ 2025, അതോടൊപ്പം അന്താരാഷ്ട്ര വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ കർശനമായി പാലിച്ചാണ് ഓരോ അന്വേഷണവും മുന്നോട്ടു പോകുന്നത്. AIB പറയുന്നത് പോലെ ഇത് കുറ്റവാളിയെ കണ്ടെത്താനുള്ള തിരക്കിട്ട നീക്കമല്ല, മറിച്ച് എന്ത് സംഭവിച്ചു എന്ന് ശാസ്ത്രീയമായി പഠിച്ച് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കൂ. നേരത്തെ പുറത്തിറക്കിയ പ്രാഥമിക റിപ്പോർട്ടുകളിൽ അപ്പോൾ ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അത് അന്തിമ നിഗമനമായി കാണുന്നത് തെറ്റാണെന്ന് AIB പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് കഥ മുഴുവൻ ഊഹിക്കുന്നത് പോലെയാണത്. യഥാർത്ഥ ക്ലൈമാക്സ്, അതായത് നിഗമനങ്ങളും സുരക്ഷാ ശുപാർശകളും അടങ്ങിയ അന്തിമ റിപ്പോർട്ട് അന്വേഷണം പൂർത്തിയാകുമ്പോൾ മാത്രമേ പുറത്തുവിടുകയുള്ളൂ. അതുകൊണ്ട് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും AIB ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. മുൻവിധികളോടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കുക. സുതാര്യത, സത്യസന്ധത, വ്യോമയാന സുരക്ഷയുടെ ഏറ്റവും ഉയർന്ന നിലവാരം എന്നിവയിൽ AIBക്ക് പൂർണ്ണ പ്രതിബദ്ധതയുണ്ടെന്നും അവർ ഉറപ്പു നൽകുന്നു. AI-171 വിമാനാപകടത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? പൈലറ്റാണോ ദുരന്തത്തിന് കാരണക്കാരൻ? അതോ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങളാണോ? എന്തായാലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന അന്തിമ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം. പൈലറ്റ് തന്നെ വരുത്തിവെച്ച അപകടമാണ് എന്ന രീതിക്കുള്ള ചർച്ചകളാണ് രാവിലെ മുതൽ നടന്നു വന്നിരിക്കുന്നത്. പൈലറ്റ് മനഃപൂർവ്വം ഇത്തരത്തിൽ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ് ആ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്.